ഹായ് വെൽക്കം ടു ഗ്ലോബൽ എഡ്യൂക്കേഷൻ സെൻറ്റർ. സോ നമ്മളൊക്കെ ഇന്ന് പല സ്റ്റുഡൻസിൻ്റെയും ഒരു ഡൗട്ടാണ് വിദേശ രാജ്യങ്ങളിലോട്ട് പോകുന്ന അല്ലെങ്കിൽ 10ാം ക്ലാസ് ഇല്ലാത്ത വിദേശ രാജ്യങ്ങൾ GCC കൺട്രീസിലോട്ട് പോകുന്ന സ്റ്റുഡൻസിന് പല പല ഇഷ്യൂസ് വരാറുണ്ട്. അതിൽ വൺ ഓഫ് ദി മേജർ ഇഷ്യൂ ആണ് ECNRുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ്. അപ്പോൾ എന്താണ് ആ പ്രോബ്ലംസ്, എങ്ങനെയാണ് നമുക്കത് സോൾവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് വൺ, എന്താണ് ECNR? അത് ECNR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേർഡ് തന്നെ ഉണ്ടാവും, എമിഗ്രേഷൻ ക്ലിയറൻസ് നോട്ട് റിക്വയർഡ്. അതായത് സാധാരണഗതിയിൽ നിലവിലിപ്പോൾ പുതിയ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പുതിയ കുട്ടികൾക്കൊക്കെ ഒന്നും പ്രശ്നമില്ല. പഴയ ആളുകൾക്ക് 10ാം ക്ലാസ് ഇല്ലാത്ത ആളുകൾ പിന്നെ പാസ്പോർട്ട് എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന സമയത്തും അവർക്ക് എമിഗ്രേഷൻ്റെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ആവശ്യമാണ്. അതിനാണ് എമിഗ്രേഷൻ ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക്, ഹയർ ക്വാളിഫിക്കേഷൻ മീൻസ് ഇവിടെ 10ാം ക്ലാസ് ഉദ്ദേശിക്കുന്ന 10ാം ക്ലാസ് ക്വാളിഫൈഡും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള ആളുകൾക്കൊക്കെ ECNR അതായത് എമിഗ്രേഷൻ ക്ലിയറൻസ് നോട്ട് റിക്വയർഡ് എന്നുള്ള ഒരു സ്റ്റാറ്റസ് പാസ്പോർട്ടിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് എമിഗ്രേഷൻ ക്ലിയറൻസ് നോട്ട് റിക്വയർഡ് എന്നാണ്. അപ്പോൾ 10ാം ക്ലാസ് പാസ്സായ ആളുകൾക്കും അതിൻ്റെ മുകളിലുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു പാസ്പോർട്ടിൽ ECNR എന്നുള്ളൊരു സ്റ്റാറ്റസിൽ പാസ്പോർട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ് ഇല്ലാത്തവർക്ക് ECNR കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ 10ാം ക്ലാസ് എടുക്കാം അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഈ ECNRൻ്റെ പേർപ്പസിന് വേണ്ടിയിട്ട് ഏത് ബോർഡാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ECNR നേടിയെടുക്കാം? ആക്ച്വലി ECNR കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സാധാരണ നമ്മൾ പറഞ്ഞു പഴയ ആളുകൾക്ക്, അതായത് പുതിയ ആളുകൾക്കൊക്കെ എല്ലാവരും 10ാം ക്ലാസ് പാസ്സാവാത്ത, അതായത് ഒരുപാട് പ്രായമുള്ള ആളുകൾക്ക് 10ാം ക്ലാസ് ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ഓപ്പൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ സ്കൂളിങ്ങിൻ്റെ കീഴിൽ വരുന്ന ഗ്രാമീൺ മുക്തി വിദ്യാലയ ശിക്ഷാ സന്താൻ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ബോർഡിൻ്റെ കീഴിൽ ആണ് നമ്മൾ ഈ ഒരു ഇത് കൊടുക്കുന്നത്, ഈ ഒരു 10ാം ക്ലാസ്. അതിന് ECNR എന്നുള്ള സ്റ്റാറ്റസ് ആ 10ാം ക്ലാസ് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഈ 10ാം ക്ലാസ് പാസ്സാവുന്നതോടുകൂടി ഈ ECNR എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ പിന്നെ അവർക്ക് ഇല്ല. ഓക്കെ, അതിനുശേഷം പിന്നെ അവർക്ക് ഏത് കൺട്രീസിലോട്ടാണെങ്കിലും പോവാം. അപ്പം അങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രായമുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ് ഒരുപാട് വർഷമായതിനു ശേഷം വീണ്ടും പഠിക്കുക എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഇതെല്ലാവരും പാസ്സാവുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ 100% നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ? എന്താണ് അത്? തീർച്ചയായിട്ടും പറ്റും. 100% ആരും തന്നെ ഇവിടെ നമ്മൾ എഴുതി കൊടുത്ത ആളുകൾ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇത് ഇവിടെ അഡ്മിഷൻ എടുത്ത ആളുകൾ ആരും തന്നെ ഇവിടെ ഫെയിൽഡ് ആയിട്ടില്ല. 100% ആണ് നമ്മൾ ഷുവർ പാസ് കൊടുക്കുന്നത്. അതെ, അപ്പോൾ പാസ്സാവാൻ എന്തില്ല, യാതൊരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ല. ചില ആളുകൾക്ക് ഇപ്പോൾ ഈ NIOS പോലുള്ള ആളുകൾക്ക് ഫെയിലായിട്ട്, അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻ ഇവിടെ അല്ല, 100% പാസ്സാവും എന്നുള്ളത് ഷുവറാണ് അല്ലേ? അതുപോലെ തന്നെ ഇതിൽ എത്ര സബ്ജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര എക്സാം എഴുതണം, അതാണ് പിന്നെ വേറൊരു ഡൗട്ട് വരുന്നതാണ്. അതായത് എത്ര സബ്ജക്റ്റാണ് ഇതിന് പഠിക്കാനുള്ളത് 10ാം ക്ലാസ്സിനുള്ളത്, അതുപോലെ തന്നെ എത്ര എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും? ഇതിൽ 1 അവറിലുള്ള ഒരു എക്സാമാണ് നമുക്ക് വേണ്ടത്. അതിൽ കോമ്പിനേഷൻ ഓഫ് സബ്ജക്റ്റ് ആണ് വരിക. അതിൽ ഒരു 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പാസ്സാവാൻ പറ്റും. ആകെ 1 അവറിൻ്റെ ഒരു എക്സാം മാത്രമാണ് എഴുതേണ്ടത്. അതായത് ഒരു എക്സാം എഴുതിയിട്ട് ഫുൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ തന്നെ പല പല സബ്ജക്റ്റ് ഇൻക്ലൂഡഡ് ആണ് ഒരു എക്സാമിൽ തന്നെ. അതോടുകൂടി അവർക്ക് 10ാം ക്ലാസ് കംപ്ലീറ്റ് ആവും, 100% പാസ്സാണ്. ഓക്കെ, പിന്നെ ഇതിന് എത്ര സമയം എടുക്കും? ഇപ്പം നമ്മളൊരു കുട്ടി നമ്മളടുത്ത് വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എത്ര സമയം എടുക്കും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്? സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എക്സാം ഡേറ്റ് ആയി എക്സാം എഴുതി കഴിഞ്ഞാൽ 45 ഡേയ്സിന് ഉള്ളിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഫീസ്, എങ്ങനെയാണ് ഫീസ് അടക്കേണ്ടത്? അതിന് എന്തെങ്കിലും സൗകര്യം ഉണ്ടോ? അവർ തവണകളായിട്ടൊക്കെ അടച്ചാൽ മതിയോ എന്നുള്ളത്? തവണകളായി അടക്കാനുള്ള സൗകര്യമുണ്ട്. ഫീസ് ഇല്ലാത്ത ആളുകളായി തവണകളായിട്ട് അടക്കാം. ആ സർട്ടിഫിക്കറ്റ് എപ്പോഴാണോ കിട്ടുന്നത് അതിൻ്റെ ഉള്ളിലായിട്ട് അടച്ചു തീർത്താൽ മതിയാവും. അതുപോലെ തന്നെ പിന്നെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഏജ് ലിമിറ്റാണ്. അതായത് ഒരുപാട് പ്രായമായ ആളുകൾക്ക് ഇത് എഴുതാൻ പറ്റുമോ? എന്താണ് അത് റിലേറ്റഡ് ആയിട്ടുള്ളത്? ഇതിന് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഇതിന് ശേഷം ഇപ്പോൾ 10ാം ക്ലാസ് എന്ന് പറയുന്നത് ചില ആളുകൾ 10ാം ക്ലാസ്സിൽ നിർത്താതെ അതിനുശേഷം +2 ഡിഗ്രി ഒക്കെ പഠിക്കാൻ ഉദ്ദേശമുണ്ടാവും. അപ്പോൾ ഈ 10ാം ക്ലാസ്സിന് എടുത്തതിന് ശേഷം തുടർ പഠനം, ബാക്കിയുള്ള +2 അതിനുശേഷമുള്ള ഡിഗ്രി പോലുള്ള പഠനങ്ങൾ പിന്നെ തുടർന്ന് പഠിക്കൽ പോസിബിളാണ്. അതായത് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് ECNR പർപ്പസിലേക്ക് എടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിലിപ്പോൾ 10ാം ക്ലാസ് ഈ ഒരു ബോർഡിൽ എടുത്തു കഴിഞ്ഞാൽ
GMVS എന്നുള്ളതാണ് ഈ ബോർഡിൻ്റെ പേര്. ഈ ബോർഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തന്നെ +2 എടുക്കാം. അതിൻ്റെ +2 എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിഗ്രീസ് ഉണ്ട്. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ വരികയാണെങ്കിൽ നമ്മൾ തന്നെ അതിൻ്റെ ഡിഗ്രിയും PG ഒക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ റെഗുലറായിട്ട് ഡിഗ്രിക്കൊന്നും പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റി ഇത് ആക്സെപ്റ്റഡബിൾ അല്ല. പക്ഷേ നമ്മുടെ അടുത്ത് കുറച്ച് യൂണിവേഴ്സിറ്റീസ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പറ്റുന്ന കുറച്ച് യൂണിവേഴ്സിറ്റി ഉണ്ട്. അത് നമ്മൾ പിന്നെ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എന്തുണ്ടാവുക. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. ഇപ്പോൾ നമ്മളൊരു മേജറായിട്ടുള്ള സാധാരണ കുട്ടികൾക്ക് ഡൗട്ട് വരുന്ന എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നമ്പർ, ഗ്ലോബൽ എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് എനി ടൈം 24 hours നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ചോദിക്കാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതുവരെയും 10ാം ക്ലാസ് ഇല്ലാത്തവരാണോ അല്ലെങ്കിൽ ECNR ഇതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിലും ഉടൻ തന്നെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സെൻറ്ററിനെ കോൺടാക്ട് ചെയ്യുക.